എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞ വാദങ്ങൾ, അതും നിയമസഭയ്ക്കകത്ത് പറയുന്ന വാദങ്ങൾ മുഖവിലക്കെടുക്കുക? ഒരു രൂപ പോലും കുറച്ചില്ല, തീരുമാനങ്ങൾ എടുത്തില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കേട്ടില്ല, 509 കോടി രൂപയുടെ ഇളവാണ് ആ കാലത്തെടുത്തത്. ഏതാണ് വർഷം? 2018. ആ 2018 ആരാണ് ധനകാര്യമന്ത്രി? ഡോക്ടർ ടി എം തോമസ് ഐസക്. ഞാൻ 2018 ഒരു ചോദ്യോത്തരത്തിൻ്റെ ഒരു കോപ്പി കൂടി ഇതാ സ്ക്രീനിലേക്ക് കാണിക്കാം. ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സ്പീക്കറായിട്ടുള്ള ബഹുമാന്യനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മറുപടി പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക്കാണ്. അതിൻ്റെ കോപ്പിയാണ് കാണുന്നത്. അതിലെ ബി ചോദ്യം: അധിക വരുമാന നികുതിയുടെ ഒരു ഭാഗം ഉപേക്ഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടോ? വിശദമാക്കാമോ? ഇതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കോട്ടയം MLA എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷത്ത് നിന്നുള്ള അന്നത്തെ ചോദ്യം. മനസ്സിലായല്ലോ? അധിക വരുമാനം. എൻ്റെ ആദ്യത്തെ ചോദ്യവും പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് കിട്ടുന്ന വരുമാനം, കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം വേണ്ട എന്ന് വെക്കാനല്ല സർക്കാരിനോട് പറയുന്നത്. ഇപ്പോൾ വരുന്ന അധിക വരുമാനം വേണ്ട എന്ന് വെക്കാൻ, അതിലൊരു ഇളവ് കൊടുക്കാൻ എന്താണ് ബുദ്ധിമുട്ട് എന്നാണ്. ഇത് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചോദിച്ചത്. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക്കിൻ്റെ മറുപടി: അധിക വരുമാന നികുതിയുടെ ഒരു ഭാഗം ഉപേക്ഷിച്ച് സാധാരണക്കാരെ സഹായിക്കുന്നതിന് 1/6/2018 മുതൽ വിലയിൽ 1 രൂപയെങ്കിലും കുറയുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ നികുതി നിരക്ക് കുറച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ കണ്ട ഇതേ നിയമസഭയിൽ അന്നത്തെ ധനകാര്യമന്ത്രിയെ പോലും ഇന്നത്തെ മുഖ്യമന്ത്രി മിസ്കോട്ട് ചെയ്തു എന്ന് പറയേണ്ടതായി വരും. കുറച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. SRO നമ്പർ 345/18, തീയതി 31/5/2018. എങ്ങനെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഈ സാഹചര്യങ്ങൾ, ഈ വസ്തുതകൾ, ഈ രേഖകളൊക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്? ആ പറഞ്ഞതിൽ വലിയ അപാകതകളുണ്ടോ?